ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി, പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പഴം നിറച്ചതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. തേങ്ങ, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്കായ്, പിന്നെ ഇത് പത്തിരിപ്പൊടിയില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്ത് കുഴച്ച് വെച്ചതാണ്. പിന്നെ 2 പഴം, നേന്ത്രപ്പഴം, പിന്നെ നെയ്യ്. പഴം അത്യാവശ്യം ഒരു പഴുപ്പുണ്ടായിരിക്കണം, അധികം പച്ചയായി പോരുത്. ഇനി ഫസ്റ്റ് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യിൽ. ഇനി ആ നെയ്യിലേക്ക് തേങ്ങ ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അധികം ബ്രൗൺ കളർ ആവണ്ട, ചെറിയൊരു കളർ മാറ്റം വരുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഈ തേങ്ങയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയെടുക്കാം. പിന്നെ ഇത് ഏലക്കായ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കളർ മാറ്റം വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് പഴത്തിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി പഴത്തിൽ ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് പഴത്തിലേക്ക് കത്തി കൊണ്ട് ഇതേപോലെ ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് വിടർത്തിയെടുക്കുക. അതിനുശേഷം ഈ ഫില്ലിങ്സ് ആ ഗ്യാപ്പിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ കുഴച്ച് വെച്ച മാവില്ലേ, പത്തിരിപ്പൊടിയിൽ ഉപ്പും കൂടി ചേർത്ത് അതൊരു പശ പോലെ ആക്കി വെച്ചതാണ്. ആ മാവ് ഈ ഗ്യാപ്പ് വന്ന സ്ഥലത്തേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ അത് കുഴച്ചെടുക്കണം. ഫില്ലിങ്സ് പുറത്ത് പോകാണ്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൈദപ്പൊടിയാണെങ്കിൽ അത് വെച്ചും ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഫില്ല് ചെയ്ത പഴം മാവ് അടിയിലാക്കി വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. മാവാണ് ഫസ്റ്റ് നമുക്ക് വെന്ത് വരേണ്ടത്, അപ്പോൾ അത് അടിയിലാവുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക പാനിലേക്ക്. അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പതുക്കെ അത് തിരിച്ചിട്ട് കൊടുക്കണം. നല്ലോണം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആ ഫില്ലിങ്സ് പുറത്ത് പോകും. പതുക്കെ ഇളകിപ്പോകാതെ അത് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ടും അതേപോലെ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഇത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.